കുളി കഴിഞ്ഞ് നനച്ച ഭസ്മം തന്നെ ധരിക്കുന്നതെന്തിന്? ഭസ്മധാരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചില നേരത്ത് നനച്ച ഭസ്മം ധരിക്കണമെന്നും മറ്റു ചിലപ്പോൾ നനയ്ക്കാത്ത ഭസ്മം ധരിക്കണമെന്നും പറയാറുണ്ട്. ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. ഭസ്മക്കുറി ഇടുന്നവരെ കാണുമ്പോൾ മനസ്സിലെങ്കിലും പുച്ഛിക്കുന്ന ഇക്കാലത്ത് ഈ വൈരുദ്ധ്യത്തിനുത്തരം ലഭിക്കാതെ ആരും വഴങ്ങുമെന്ന് തോന്നുന്നില്ല. ഇതിനുത്തരം നൽകാൻ പഴമക്കാർക്കറിയില്ലെങ്കിലും ഭസ്മത്തിലെ ഔഷധവീര്യത്തെപ്പറ്റി അവർക്ക് നല്ല ബോധമുണ്ടായിരുന്നുവെന്ന് വാസ്തവം. രാവിലെ ഉണർന്ന് കൈകാൽ മുഖം കഴുകി വന്ന് പൂമുഖത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഭസ്മച്ചട്ടിയിൽ നിന്നും ഒരു പിടി ഭസ്മം വാരി നെറ്റിയിലും പിന്നെ നെഞ്ചത്തും ഇരുഭുജങ്ങളിലും മറ്റു ചിലർ മർമ്മസ്ഥാനങ്ങളിലും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ പുരട്ടുന്നത് കാണാൻ ചിലർക്കൊക്കെങ്കിലും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സന്ധ്യാസമയത്തും കാൽ കഴുകി വന്ന ശേഷവും ഇങ്ങനെ ഭസ്മം പുരട്ടാറുണ്ട്. ഈ രണ്ട് സമയങ്ങളിലും അവർ അണിഞ്ഞിരുന്നത് നനയ്ക്കാത്ത ഭസ്മമായിരുന്നു. എന്നാൽ കുളി കഴിഞ്ഞു വന്നതിന് ശേഷമാകട്ടെ ഭസ്മം എടുത്ത് നനച്ചാണ് ദേഹത്ത് പുരട്ടിയിരുന്നത്. ഈ രണ്ട് തരത്തിലുള്ള ധരണ രീതികൾ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും നനച്ച ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായി ഉണ്ടാകുന്ന ഈർപ്പത്തെ വലിച്ചെടുത്ത് നീക്കം ചെയ്യാനുള്ള ഔഷധവീര്യവും ഉണ്ടെന്നാണ്. ഇത്രയും രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് രാവിലെയും സന്ധ്യയ്ക്കും മാത്രം അണുബാധയുണ്ടാവുക എന്ന ചോദ്യം സ്വാഭാവികം. രാത്രിയിൽ ഒരു വ്യക്തി കിടന്നുറങ്ങുമ്പോൾ അയാളുടെ കിടക്കയിൽ ലക്ഷക്കണക്കിന് അണുക്കളാണ് വിഹരിക്കുന്നതെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സന്ധ്യാവേളയിലും അന്തരീക്ഷത്തിലുണ്ടാകുന്ന വിഷാണുബാധ ഇതിനകം തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. അതുകൊണ്ടാണ് അണുബാധ അകറ്റാൻ ഈ രണ്ട് സമയങ്ങളിലും നനയ്ക്കാത്ത ഭസ്മം ധരിക്കുന്നത്. കുളിക്കുന്ന സമയത്താകട്ടെ ശരീരത്തിലെ സന്ധികളിൽ നനവ് മൂലം നീർക്കെട്ടുണ്ടാകുവാനും ക്രമേണ അതിലൂടെ കൊഴുപ്പ് വർദ്ധിച്ച് അങ്ങനെ സന്ധിവാതമായി മാറാനുള്ള സാധ്യത ശാസ്ത്രം തള്ളിക്കളയുന്നില്ല. ഇങ്ങനെയുള്ള നീർക്കെട്ട് ഒഴിവാക്കാനാണ് കുളിച്ച ശേഷം നനഞ്ഞ ഭസ്മം ധരിക്കുന്നത്. ഭസ്മധാരണം നടത്തുമ്പോൾ ചൊല്ലാനായി ആചാര്യന്മാർ മന്ത്രവും വിധിച്ചിട്ടുണ്ട്. ഓം അഗ്നിരിതി ഭസ്മ, ജലമിതി ഭസ്മ, സ്ഥലമിതി ഭസ്മ, വ്യോമേതി ഭസ്മ, സർവം ഹവ ഇദം ഭസ്മേ, മന ഏതാനി ചക്ഷുംചി ഭസ്മ. ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.